മക്കളെ, ഓണപരീക്ഷ ഇതാ അടുത്ത് വരികയാണ്. ഓൾറെഡി നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്നും എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിന്റെയും വെയിറ്റേജ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ അറിയേണ്ടത് എന്തൊക്കെയാണ് പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ്. എല്ലാവരും പഠിക്കാനൊക്കെ ടൈമൊക്കെ നോക്കിയിരിക്കും, പക്ഷെ ഈ സമയത്ത് പല ചിന്തയിലൂടെ നമ്മൾ പോകും അല്ലേ. പക്ഷെ ആ സമയത്ത് വ്യക്തമായ ഒരു പ്ലാൻ സെറ്റാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ് എന്നുള്ളത്. അപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഏത് സബ്ജക്റ്റ് ഏത് ടൈമിൽ പഠിക്കണം. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതുണ്ടാകും, ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടാകും. അപ്പം അതിനായിട്ട് ബുദ്ധിമുട്ടുള്ളത് ആദ്യം പഠിക്കാനും കൂടുതൽ ടൈം എടുത്ത് പഠിക്കാനും ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ടൈം പ്ലാൻ സെറ്റാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പീസായിട്ട് കാമായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള ഒരു സ്റ്റഡി ടേബിൾ, അല്ലെങ്കിൽ ഇപ്പോൾ റൂമിലിരുന്ന് പഠിക്കാനുള്ളവരാണെങ്കിലും നല്ല കാമായിട്ടുള്ള ടൈമും സ്ഥലവും ശ്രദ്ധിക്കുക, അത് എടുത്ത് പഠിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ചിലർക്ക് ചിലപ്പോൾ നടന്ന് പഠിക്കാനൊക്കെയാണ് ആഗ്രഹം, അങ്ങനെയുള്ളവർ അത് ചൂസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഇപ്പം ബയോളജി ആണെങ്കിലും മാത്സ് ആണെങ്കിലും രണ്ടും ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആണ്. മാത്സ് എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ അത് ചെയ്യാൻ ഒരു റഫ് നോട്ട് ഇപ്പോഴും കയ്യിലുണ്ടാവണം. അപ്പോൾ അത് ചെയ്ത് പഠിക്കുക. ബയോളജി വായിച്ച് പഠിക്കുകയാണെങ്കിൽ കൂടെ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു 3 ടിപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിലും ചെയ്യുക. ഓണപരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. നിങ്ങളുടെ കൂടെ എല്ലാ സപ്പോർട്ടിനും നമ്മൾ സായിലുമുണ്ട് കൂടെ. സോ ഓൾ ദി ബെസ്റ്റ്.